ചില ആളുകൾ പറയും പൈസയൊന്നുമല്ല എല്ലാം, പൈസയൊന്നും സന്തോഷം തരില്ലെന്ന്. എന്നാൽ നമുക്ക് ലൈഫിൽ ചില സമയത്ത് മനസ്സിലാകാറുണ്ട് പൈസ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഹാപ്പിനെസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പൈസ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള ബുക്ക് വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഹാപ്പി മണി എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചപ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ് മണി IQ, EQ, SQ. അതായത് ഇന്റലക്ച്വൽ കോഷ്യന്റ്, ഇമോഷണൽ കോഷ്യന്റ്, സ്പിരിച്വൽ കോഷ്യന്റ്. ഇത് ഞാൻ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. പൈസ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതെങ്ങനെ സേവ് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു, ചിലവാക്കുന്നു, അതായത് വരവ് ചിലവുകൾ നമുക്ക് നിയന്ത്രിക്കാനുള്ള നമ്മളുടെ കഴിവ്, അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ്, നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് മണി IQ എന്ന് പറയുന്നത്. അത് കൂടുതലാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയോടുള്ള നമ്മളുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്. ചില ആളുകൾക്ക് പൈസ എന്ന് കേൾക്കുമ്പോൾ കോൺഫിഡൻസ് ആയിരിക്കും, ചിലർക്ക് സ്വാതന്ത്ര്യമായിരിക്കും. എന്നാൽ വേറെ ചില ആളുകൾക്ക് പൈസ എന്ന് പറയുമ്പോൾ പേടിയായിരിക്കും. അയ്യോ ഇത് തീർന്നു പോകും, നാളെ ഉണ്ടാവില്ലേ, ഇതില്ലെങ്കിൽ എന്ത്, ഭയങ്കര പേടിയായിരിക്കും പൈസയെ കുറിച്ചിട്ട്. ഇത് പേടിച്ചിട്ട് ഭാവിയിൽ എനിക്ക് ആവശ്യം വേണ്ടേന്ന് വിചാരിച്ചിട്ട് പേടിയോടുകൂടി സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകളുണ്ടായിരിക്കും. പണത്തിനോട് നമുക്കുള്ള ഇമോഷനെയാണ് ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇത് പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മളിൽ പണം സ്റ്റേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പൈസ തികയാതെ വരുന്ന സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മണി SQ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോഷ്യൻ്റ് ആണ്. അതായത് നല്ല കാര്യം ചെയ്തിട്ടും മോശം കാര്യം ചെയ്തിട്ടും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താൽ, അതായത് നല്ല ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ നല്ല ജോലി ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നവർക്ക് SQ കൂടുതലായിരിക്കും. മണി SQ ആൻഡ് മണി EQ ഹൈ ആയിട്ടുള്ള വ്യക്തികളിൽ പൈസ എപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്നില്ല, ആവശ്യ സമയത്ത് നമുക്ക് മറ്റുള്ളവർ ഹെൽപ്പായിട്ടോ അങ്ങനെ പല വിധത്തിലും നമുക്ക് ഹെൽപ്ഫുൾ ആകും. ചില ആളുകളെ കണ്ടിട്ടില്ല, ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരിക്കും, പക്ഷേ അവരുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാലും അതിന് മെഡിസിൻ ഉണ്ടായിരിക്കില്ല, ആ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായില്ല. അതായത് പൈസ ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരി അത് നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.